പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എന്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയെ കർത്താവിനിക്ക് എല്ലാ വിധപ്പെട്ട അവസരങ്ങളും കർത്താവ് സ്തോത്രം ചെയ്യുന്നു. എന്തിനാണ് നാം നിലനിൽക്കുന്നത്? എന്താണ് നാം നിൽക്കുന്നതിന്റെ ഉദ്ദേശം? മുൻപോട്ട് പോകാൻ ഒരു നിവർത്തിയുമില്ല, മുൻപോട്ട് പോകാൻ ഒരു സാഹചര്യവുമില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? ഒരു തരത്തിലും ഒരു നന്മയും എത്ര പ്രാർത്ഥിച്ചിട്ടും കാണുന്നില്ല. ദൈവം അദ്ദേഹം മൗനതയോടിരിക്കുകയാണോ എന്നുള്ള അനേക ചോദ്യങ്ങൾ ഒരു പക്ഷേ ചോദിക്കുന്നവരായിരിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. പരിശുദ്ധാത്മാവിന് വ്യക്തമായി അങ്ങനെ ആകുലപ്പെട്ടിരിക്കുന്ന, അങ്ങനെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള വലിയ മറുപടി തരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിന്, എന്റെ നാമ സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. മോശ എന്ന ദൈവമനുഷ്യന്റെ അസാധാരണമായ ശുശ്രൂഷകളെ എടുത്ത് അപ്പോസ്തലനായ പൗലോസ് ലേഖന ഭാഗത്ത് ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. നിർത്തിയിരിക്കുന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം മാനുഷികമല്ല, ദൈവികമാണ് എന്ന് വ്യക്തതയോടെ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മോശയുടെ ജീവചരിത്രത്തെ കുറിച്ച് വളരെ വ്യക്തതയോടെ അറിയാം. ഇന്ന് ഈ സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ സംസാരിച്ച ഭാഗങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു വലിയ ചോദ്യമാണ്: എന്തിനാണ് ഇങ്ങനെ ഒരു ജീവൻ? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? മുൻപോട്ട് പോകാൻ യാതൊരു തരത്തിലും യാതൊരു നന്മയോ യാതൊരു സമാധാനമോ സന്തോഷമോ ലഭിക്കാത്ത ഒരു അനുഭവം, ഒരു ജീവിതം. ഒരു പഴഞ്ചൊല്ല് പലരിൽ നിന്ന് കേട്ടറിവാണ്: നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും, കൊള്ളാത്തവരെ ബാലൻസ് വെച്ചേക്കുന്നൊരു കേട്ടറിവാണ്. അങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? ഈ ഒരു ജീവിതം കൊണ്ട് എന്താണ് ഒരു ലക്ഷ്യം? ഈ ജീവിതം കൊണ്ട് എന്താണ് ഒരു അർത്ഥം? പ്രിയരെ, താങ്കളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ദൈവത്തിന് താങ്കളിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താനുണ്ട്. മോശയ്ക്ക് വെച്ച് ചോദിക്കാൻ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് തുടങ്ങിയതല്ലേ പ്രശ്നം? എന്റെ ജനനവേളയിൽ കൊട്ടാരത്തിൽ നിന്നൊരു കൽപ്പന പുറപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, ഇസ്രായേൽ മക്കളിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയണമെന്നുള്ള കൽപ്പന. അഹരോൻ ജനിച്ചപ്പോഴില്ലാത്ത പ്രതിസന്ധി, മറ്റനേക കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴില്ലാത്ത പ്രതിസന്ധി മോശ ജനിച്ചപ്പോഴുണ്ടായെങ്കിൽ ഓർത്തോ, മോശെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായി നിർത്താൻ, അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ താങ്കളിലൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റാരും അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധിയും മറ്റാരും കടന്നു പോകാത്ത ഇടുക്കത്തിന്റെയും ഇറുക്കത്തിന്റെയും കഷ്ടതയുടെയും വഴികളിലൂടെയാണോ താങ്കൾ കടന്നു പോകുന്നത്? താങ്കളോട് വിശുദ്ധാത്മാവ് പറയുന്നു, അവർക്കാർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി താങ്കളുടെ ലൈഫിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. മോശയ്ക്ക് പറയാൻ കഴിയും, അതേ ജനിച്ച മാത്രയിൽ ഒളിപ്പിച്ചു വയ്ക്കേണ്ടി വന്ന മാതാപിതാക്കളുടെ ഒരു അവസ്ഥ. 3 മാസത്തിന് ശേഷം നിറകണ്ണുകളോടെ ഞാനപ്പെട്ടകം മേടിച്ച് അതിനകത്ത് കീരും പശയും തേച്ച് നൈൽ നദിക്കകത്ത് ഒഴുക്കി വിടേണ്ടി വന്ന മാതാപിതാക്കളുടെ ദുരന്തമായ വേദന അവസ്ഥ. മോശ പറയും, എന്തൊരു ലൈഫാ, എന്തൊരു ജീവിതമാണ്. അനേക കുഞ്ഞുങ്ങളെ നൈൽ നദിക്കകത്ത് മരിച്ചിട്ടും, അനേക കുഞ്ഞുങ്ങൾ ആ നാട്ടിൽ മരിച്ചിട്ടും, മോശെ നിന്നെ ശേഷിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം
ജനലക്ഷങ്ങളുടെ മുൻപിൽ അസാധാരണമായ ദൈവപ്രവൃത്തി താങ്കളിലൂടെ വെളിപ്പെടുത്താനാണ് നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം. വിക്കനായിരിക്കാം, നാവ് തടിച്ചതായിരിക്കാം, നാലക്ഷരം കൂട്ടിപ്പറയാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനായിരിക്കാം, വലിയ കഴിവുകളൊന്നുമില്ലായിരിക്കാം. എന്നാൽ മോശെ താങ്കളുടെ കഴിവിനെയല്ല ദൈവം കണ്ടത്, താങ്കളിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ദൈവം എടുക്കുന്ന ഉപയോഗം ഒരു ആയുധം മാത്രമാണ്. ഇത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം ചോദിക്കുന്ന ചോദ്യങ്ങളില്ലേ, ഒരർത്ഥമില്ലാത്ത ജീവിതം, ആർക്കും പ്രയോജനമില്ലാത്ത ജീവിതം, എന്തൊരു ജീവിതമാണ്, എന്തൊരു ജനനമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ ജനനം വല്ലാത്തൊരു ജനനമാണെന്ന്. പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുക. കഷ്ടത മാത്രം കണ്ട താങ്കൾ, വേദന മാത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന താങ്കൾ, ഇന്നും നാളെയൊക്കെ എന്റെ അവസ്ഥകൾ മാറുമെന്ന് പ്രതീക്ഷയോടിരിക്കുമ്പോൾ ഇന്നത്തേക്കാൾ ഉപരിയായി വേദനയാണ് നാളെ അനുഭവിക്കേണ്ടതെന്ന് നിറകണ്ണുകളോടെ കണ്ണുനീരൊഴുക്കുന്ന അനുഭവങ്ങളില്ലേ. കഥ പറയാ, മാറി മാറിയുള്ള പ്രതിസന്ധിയും മാറി മാറിയുള്ള കഷ്ടതയും ഞെരുക്കങ്ങളും അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വൻകരമുണ്ട്. അത് സർവശക്തന്റെ കരമാണ്. മറ്റാരിലൂടെയും ചെയ്യിപ്പിക്കാത്ത അസാധാരണകരമായ ദൈവശക്തി താങ്കളുടെ ലൈഫിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. 3 മാസം വീട്ടിൽ ഒളിപ്പിച്ചു, 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ സകല അഭ്യാസങ്ങളും വിദ്യാഭ്യാസങ്ങളും അഭ്യസിച്ചു. നാട്ടിൽ നിന്ന് 40 വർഷത്തിന് ശേഷം ഒളിച്ചോടിപ്പോയി. സ്വന്തം നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ മോശയോട് ദൈവം പറയുന്ന അസാധാരണ നിയോഗം, മോശെ, ഇന്നലെ നീ അവിടെ നിന്ന് വന്നതുപോലെയല്ല നീ മടങ്ങി പോകുന്നത്, നീ മടങ്ങി ചെല്ലുന്നത് നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കി വെച്ച് എന്റെ ജനത്തെ അടിമച്ചങ്ങലയിൽ നിന്ന്, മിസ്രൈമിന്റെ സകല കുരുക്കുകളിൽ നിന്നും എന്റെ ജനത്തിന് പ്രതീക്ഷ കൊടുത്ത്, പ്രത്യാശ കൊടുത്ത് പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു അസാധാരണമായ നിയോഗത്തോടെയാണ് ഞാൻ മിസ്രൈമിലേക്ക് ഇതിനെ അയക്കാൻ പോകുന്നത്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും ചോദ്യമാണ്, ജീവിതം കൊണ്ട് ഒന്നും ഒരു വിദ്യാഭ്യാസമില്ല, ഒരു കഴിവുമില്ല എന്നൊക്കെ വല്ലാതെ വേദനയോടെ ഹൃദയം പൊട്ടിപ്പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. അതെ, ഇന്ന് ഈ സന്ദേശം താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നത്, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ, ഒന്നിനും സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ, ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞ താങ്കളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ദൈവശക്തി താങ്കളിലൂടെ വെളിപ്പെടുത്തുവാൻ അവൻ അത്രയും താങ്കളെ നിർത്തിയിരിക്കുന്നത്. മോശ പറഞ്ഞതുപോലെ തന്നെയാണ്, എനിക്കത് കഴിയില്ല, ഇത്രയും വലിയ ജനക്കൂട്ടത്തെ നടത്തുവാൻ, നയിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന മോശയുടെ വാക്ക്. അതുപോലെ പലരും പറഞ്ഞിട്ടില്ല. നമ്മുടെ നിസ്സഹായാവസ്ഥ, നമ്മുടെ ദയനീയ അവസ്ഥ നാം തന്നെ കണക്കിലെടുത്ത് പറഞ്ഞ ചില വേളങ്ങളിൽ, ചില സാഹചര്യങ്ങൾ ദൈവാത്മാവ് പറയുന്നു, നൈൽ നദിക്കകത്ത് വിട്ടുകൊടുക്കാതെ, ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും മിസ്രൈമിനെ അടിച്ചു കൊന്നത് അറിഞ്ഞ് മോശയ്ക്ക് പ്രതിസന്ധി വരാതെ, യിത്രോവിന്റെ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്ന കാടുകളിലും മേടുകളിലും യാതൊരു പ്രതിസന്ധിയും വേദനയും മോശ നിന്നെ അഭിമുഖീകരിക്കാൻ നിന്റെ നേരെ വരാതെ, അവിടെയെല്ലാം പരിപാലിച്ചതിന്റെ പിന്നിൽ, അവിടെയെല്ലാം നിർത്തിയതിന്റെ പിന്നിൽ, അവിടെയെല്ലാം നിലനിർത്തിയതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ശക്തിയിലൂടെ വെളിപ്പെടുത്തണം. എങ്ങനെയാ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്? ഫറവോനെ ഭീതിപ്പെടുത്തി, ഫറവോനെ ഭയപ്പെടുത്തി, ദൈവജനത്തെ കഷ്ടത കൊടുത്ത്, നിരന്തരം വേദന കൊടുത്ത്, കഠിനമായ വേദന കൊടുത്ത ഫറവോന്റെ ഉള്ളത്തിനകത്ത് മോശെ, എന്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ഫറവോന്റെ ഹൃദയത്തെ ഞാൻ ഭയപ്പെടുത്തി,
ഫറവോന്റെ ഹൃദയത്തെ ഞാൻ ഇളക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഭരണകൂടങ്ങൾ അവൻ നമുക്കെതിരായേക്കാം, നേതൃത്വങ്ങൾ നമുക്കെതിരായേക്കാം, മനുഷ്യർ നമുക്കെതിരായേക്കാം. എന്നാൽ അനുകൂലമായ സർവശക്തന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. എന്തിനാണ്? മന്ത്രവാദികൾക്ക് ചെയ്യാൻ കഴിയാത്ത, ആചാരന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത, അവർക്ക് ആവേശത്തോടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ദൈവത്തിന്റെ ശക്തി നമ്മിലൂടെ വെളിപ്പെടുത്താൻ, ജീവനുള്ള ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. ചില ശോധനകൾ, ചില പരീക്ഷകൾ, ചില പരിശോധനകൾ ജീവിതത്തിൽ വന്നത് ഉടനീളം മാറി മാറിയുള്ള പരീക്ഷണങ്ങളും പരിശോധനകളും വന്നത് സഹിക്കാൻ വയ്യ കർത്താവേ, ഇതെനിക്ക് അനുഭവിക്കാൻ വയ്യ കർത്താവേ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും വേദനയോടെ കണ്ണുനീരൊഴുക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ കണ്ണുനീരിന് മറികടന്ന് പോകാൻ, ആ കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. താങ്കൾ കണ്ണുനീരൊഴുക്കിയതുകൊണ്ട് താങ്കൾ വളരെയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നില്ല, മറ്റാരും അനുഭവിക്കാത്ത അതിരൂക്ഷമായ വേദനയിലൂടെ താങ്കൾ കടന്നു പോകുന്നില്ല, താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, അസാധാരണമായ ദൈവശക്തി താങ്കളിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഈ നാളുകളിൽ അത് മറ്റു ചിലരുമായി, മറ്റു ചിലരെ അത് വെളിപ്പെടുത്തും. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ നിർത്തിയിരിക്കുന്നത് മരണത്തിന് വിട്ടുകൊടുക്കാതെ, ആപേക്ഷോത്രം ഒരു രോഗത്തിനും അടിമപ്പെടുത്താതെ, ആപേക്ഷോത്രം എന്നെ തളർത്തു കളയാതെ, പരിശോധനകളുണ്ട്, പരീക്ഷകളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, ഇതൊക്കെ തന്നെങ്കിലും എന്നെ ആവിഷ്ടം നശിപ്പിച്ചു കളയാതെ, ഇല്ലായ്മ ചെയ്യാതെ നിർത്തിയിരിക്കുന്നത് ദൈവശക്തി വെളിപ്പെടുത്താനാണല്ലോ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവരോട് ചെയ്യാം. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശമാണല്ലോ. ശത്രുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാം. എന്നെ നിർത്തിയിരിക്കുന്നത് ദൈവിക ഉദ്ദേശത്തിനായിട്ട് മാത്രം. വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും നമ്മുടെ നിരാശകളെ മാറ്റിവെച്ചുകൊണ്ട്, വേദനകളെ മാറ്റിവെച്ചുകൊണ്ട്, എന്നെ കർത്താവ് നിർത്തിയിരിക്കുന്നത് എന്നെ ഉപയോഗിക്കണം, ദൈവശക്തി എന്നിലൂടെ വെളിപ്പെടുത്തണം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടും ദൈവാശ്രയത്തോടും വിശ്വാസത്തോടും ദൈവസ്ഥലത്ത് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.